ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായി അല്പം പ്രയാസങ്ങൾ ഉള്ള മാസമാണ് ജൂലൈ. രണ്ടാം ഭാവാധിപതി അഷ്ടമാധിപനോടുകൂടെ 3-ൽ നിൽക്കുന്നത് കടബാധ്യതകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനിടയുള്ളതിനെ കാണിക്കുന്നു. അതിനാൽ കടം എടുത്തവർ തിരിച്ചടക്കുന്ന കാര്യത്തിലും പുതുതായി കടമെടുക്കാൻ പോകുന്നവർ അതിൻ്റെ തിരിച്ചടവ് ഉറപ്പുവരുത്തിയ ശേഷവും കടം എടുക്കുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികമായി അല്പം അച്ചടക്കം ഈ മാസം സ്വീകരിക്കുന്നത് ഇടവം രാശിക്കാർക്ക് പൊതുവെ നല്ലതായിരിക്കും. കർമ്മമേഖലയിൽ കർമാധിപതിയായ ശനി 11-ൽ നിൽക്കുന്നത് കർമ്മമേഖലയിൽ പുരോഗതിയും വരുമാന വർധനവും ഉണ്ടാകുമെന്ന് കാണിക്കുന്നു. സർവീസ് സെക്ടർ, കൺസ്ട്രക്ഷൻ മേഖല, ഓട്ടോമൊബൈൽ, ഡ്രൈവിംഗ്, മറ്റ് ലേബർ വർക്ക്സ് തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. നിങ്ങളുടേതായിട്ടുള്ള ജോലി എന്ത് തന്നെയായാലും അത് മറ്റുള്ള ആളുകളിൽ നെറ്റ്വർക്ക് വഴി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. 11-ാം ഭാവം കൊണ്ട് സൗഹൃദങ്ങളെയും സാമൂഹികമായിട്ടുള്ള നെറ്റ്വർക്കിനെയും സൂചിപ്പിക്കുന്നതിനാൽ ശനി 11-ൽ നിൽക്കുന്നത് അത്തരത്തിലുള്ള സൗഹൃദ വലയങ്ങളെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കർമ്മ മേഖലകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തരും എന്നതിനെ സൂചിപ്പിക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ്. കൂറിലെ കുജനും അതിന് ശനിയുടെ ദൃഷ്ടിയും ഉള്ളതിനാൽ ചെറിയ അപകടങ്ങൾ, മുറിവുകൾ ഇവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ആലസ്യം മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളെ വ്യായാമം കൊണ്ട് മറികടക്കുക. നിത്യേന വിയർക്കുന്നത് വരെ മിനിമം ഒരു 20 മുതൽ അരമണിക്കൂർ വരെയെങ്കിലും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. യോഗ, ജിംനേഷ്യം, മറ്റ് പറമ്പിലെ അധ്വാനങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് വ്യായാമമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. തീർച്ചയായും ആലസ്യത്തെ മറികടക്കാൻ വ്യായാമം വളരെയധികം സഹായിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇടവക്കൂറുകാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള കാലഘട്ടമാണ്. 7-ാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നത് 7-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതും ഗുണം ചെയ്യും. ടെക്സ്റ്റൈൽസ്, ഓർണമെന്റ്സ്, ബ്യൂട്ടി പാർലർ, ഫാഷൻ ഡിസൈനിങ്, അഡ്വർടൈസ്മെന്റ്, മീഡിയ, ജ്വല്ലറി തുടങ്ങിയ മേഖലയിൽ ഉള്ളവർക്ക് ഗുണമുണ്ടാകും. നിങ്ങൾ ആരെങ്കിലും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇടവക്കൂറുകാർ ആണ് എങ്കിൽ, ഈ മേഖലയിൽ ബിസിനസ് തുടങ്ങുവാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ അനുകൂല ദശാപഹാരങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ ഇടവക്കൂറിലുള്ള വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അനുയോജ്യമായിട്ടുള്ള കോഴ്സ് കണ്ടെത്തി പഠിക്കുവാനുള്ള യോഗവും ഉണ്ടാകും. 9-ാം ഭാവാധിപതി 11-ലും 9-ന് ഗുരുദൃഷ്ടി ഉള്ളതും വളരെ ഗുണം ചെയ്യും. ഇഷ്ടപ്പെട്ട കോഴ്സ്, അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് നല്ല രീതിയിൽ തന്നെ തിരഞ്ഞെടുത്ത് അത് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങൾക്ക് മുന്നേറാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഇത്രയുമാണ് ഇടവം രാശിക്കാർക്ക് ഈ മാസത്തെ ഗുണഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരും ഇത് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അതുപോലെയുള്ള നിർദ്ദേശങ്ങളും കമൻറ്റുകളായി നൽകി ഈ ചാനലിനെ പരിപോഷിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.